ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ഒരു കഥയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലം വില്ലുമംഗലത്ത് സ്വാമിയാരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് കഥ. ഈ കഥ എടുത്തിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഥയിലേക്ക് പോകാം. വില്ലുമംഗലത്ത് സ്വാമിയാരെ പറ്റി പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം നമുക്കാർക്കും തന്നെയില്ല. കേരളത്തിൻ്റെ ചരിത്രവുമായി വളരെയധികം ഇടചേർന്ന് കിടക്കുന്ന ഒരു പേരാണ് വില്ലുമംഗലം സ്വാമിയാർ. കേരളത്തിലെ പല അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. കേരളത്തിൽ അദ്ദേഹം 2 സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഒന്ന് കാസർഗോഡുള്ള അനന്തപുരം എന്ന് പറയുന്ന അമ്പലത്തിനടുത്തായിട്ട്. 2 കണ്ണൂരുള്ള പുന്നിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് സ്ഥിരമായ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ അദ്ദേഹം വൈകുന്നേരം കുളിയും പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താറുണ്ടായിരുന്നു. ദേവാലയമൊക്കെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അദ്ദേഹം വൈകുന്നേരം പൂജാ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കളിക്കാൻ വരുമല്ലോ. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിന് ചുറ്റും ഓടിക്കളിക്കുക, അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല. കാരണം കൊച്ചുകുട്ടികളാണ്, അവരുടെ കളി അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എല്ലാ കുട്ടികളെ അദ്ദേഹം വാത്സല്യപൂർവ്വം ഉണ്ണി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാ കുട്ടികളും ഒരു 6 വയസ്സ് മുതൽ 8-9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ്. ഈ കളിക്കാൻ വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾ ഭയങ്കര വികൃതിക്കാരനായിരുന്നു. അവൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ അവൻ ഈ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കുക, നേദിക്കാൻ വെച്ചിരിക്കുന്ന പാശ് നേദിക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കുക, ഇപ്പോൾ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുപോവുക, അങ്ങനെ ഒരുപാട് വികൃതി തരങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സ്വാമിജി അതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല. സ്വാമിജി ഇവർ കൊച്ചുകുട്ടികളാണല്ലോ, അതൊന്നും വലിയ പ്രശ്നമാക്കിയിരുന്നില്ല അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് പൂജയ്ക്കാറ്റ് വന്നിരിക്കുന്ന സമയത്ത് ഇവൻ ഇതുപോലെ ഒരു വികൃതി ഒപ്പിച്ചു. അന്ന് സ്വാമിയിലെ മൂഡ് അത്ര കറക്റ്റ് അല്ലായിരുന്നു. സ്വാമിജി പറഞ്ഞു, ഉണ്ണി അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് പുറം കൈ കൊണ്ട് തള്ളി അങ്ങ് മാറ്റി. അപ്പോൾ പണ്ട് മുതലേ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പഴമൊഴി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനുള്ളത്, ഈ പുറം കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടാനുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ കൊച്ചുകുട്ടികളെ 12 വയസ്സിന് താഴെയുള്ള ആരെയും അടിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. അപ്പോൾ സ്വാമി ഇവനെ ഇങ്ങനെ പുറം കൈ കൊണ്ട് തള്ളി അങ്ങ് മാറ്റി. ഇവന് ഭയങ്കര വിഷമമായി പോയി. ഇവൻ ഒരിക്കലും പ്രതീക്ഷയില്ല സ്വാമി അങ്ങനെ ചെയ്യുമെന്ന്. ഇവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പറഞ്ഞു, ഞാൻ പോവുകയാണ് സ്വാമി, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ഒന്നും പറഞ്ഞില്ല. സ്വാമി വിചാരിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഇവൻ തന്നെ വരും, കൊച്ചുകുട്ടിയല്ലേ, എവിടെ പോകാനാണ് എന്ന്. ഒരു ദിവസം കഴിഞ്ഞു, ഇവനെ കാണാനില്ല. 2 ദിവസം കഴിഞ്ഞു, ഇവനെ കാണാനില്ല. എന്ത് ചെയ്യണമെന്ന് സ്വാമിക്ക് അറിയില്ല. അപ്പം വരുന്ന കുട്ടികളെടുത്തൊക്കെ അന്വേഷിച്ചു, ഇവൻ എവിടെയെങ്കിലും ഉള്ളതാണോ, ഏതെങ്കിലും വീട്ടിൽ ഉള്ളതാണോ. അപ്പോൾ അവർക്കാർക്കും ഇവനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. വൈകുന്നേരം കളിക്കാൻ വരുമെന്നുള്ളതല്ലാതെ വേറെ ബോട്ട്സൊന്നും അവനെ പറ്റി അറിയത്തില്ല. സ്വാമിജി തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു, ഇങ്ങനൊരു പയ്യനുണ്ട്, ഇവൻ ഈ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചു. ഒരു രക്ഷയില്ല, ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് സ്വാമിജി തന്നെ ആകെ അങ്കലാപ്പിലായിരിക്കുന്നൊരവസ്ഥ. അപ്പോഴാണ് സ്വാമിജിക്ക് ഓർമ്മ വന്നത്, ഇവൻ അനന്തൻകാട് എന്നൊരു പേര് പറഞ്ഞിരുന്നു. അങ്ങനെ സ്വാമിജി അവിടെ നിന്ന് അനന്തൻകാട് അന്വേഷിച്ചിറങ്ങി. ഓരോ സ്ഥലവും നടന്ന് അദ്ദേഹം യാത്ര ചെയ്ത് അനന്തൻകാട് എവിടെയാണ് അറിയാമോ എന്ന് ആൾക്കാരോട് ചോദിക്കുന്നു. ആർക്കും പരിചയമില്ല. അങ്ങനെ വടക്ക് നിന്ന് തുടങ്ങിയ അദ്ദേഹം അവസാനം തെക്ക് തിരുവനന്തപുരത്തെത്തി. അന്ന് തിരുവനന്തപുരം സ്ഥലമായിട്ടില്ല. അന്ന് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ താമസം എല്ലാം തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. അത് ഇന്ന് തമിഴ്നാട്ടിൽ നാഗർകോവിലാണ് ആ സ്ഥലം. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി. അപ്പോൾ ഏതാണ്ട് നേരെ ഉച്ചയോട് അടുത്തിരിക്കുന്നു. ഭയങ്കരമായ ദാഹം അദ്ദേഹത്തിനുണ്ട്, നല്ല വിശപ്പുണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും. അങ്ങനെ ദൂരെ ഒരു വീട് കണ്ടു. അദ്ദേഹം വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളം ചോദിക്കാനായിട്ട് ചെല്ലുവാണ്. ആ വീടിനടുത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വഴക്ക് നടക്കുവാണ്. അച്ഛൻ മകനെ വഴക്ക് പറയുവാണ്. അവൻ എന്തോ വികൃതിത്തരം കണ്ടിട്ട് വഴക്ക് പറയുന്നതാണ്. നീ ഇനി കൂടുതൽ ബഹളം കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ അനന്തം കാട്ടിക്കൊണ്ട് കളയും, അവിടെ ഒരു മനുഷ്യനെ നിന്നെ നോക്കാൻ വരില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് സ്വാമി ചോദിക്കും, അനന്തൻകാട് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. സ്വാമിജി ആ വാതിലിൽ തട്ടുന്നു. അദ്ദേഹം പുറത്തു വരുന്നു. അപ്പോൾ സ്വാമിജി പറയുന്നു, ഞാനിതുപോലെ ദാഹജലത്തിന് വേണ്ടി വന്നതാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് അങ്ങയുടെ മകനോട് അനന്തൻകാട് എന്നുള്ളൊരു വാക്ക് പറയുന്നതായി ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് ഈ അനന്തൻകാട്ടിലൊന്ന് പോകണം, ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു.
അപ്പോൾ ഇയാൾ പെട്ടെന്ന് എന്തിനാണ് സ്വാമി അനന്തൻകാട്ടിൽ പോകുന്നത്? അത് ഭയങ്കര കാട് പ്രദേശമാണ്, അവിടെയൊന്നും ഒരു മനുഷ്യനും പോകാറില്ല, വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, വലിയ ഡേഞ്ചർ സ്ഥലമാണെന്ന് പറയുന്നു. അല്ല, എനിക്ക് നിർബന്ധമായും പോയേ പറ്റൂ, എന്തായാലും എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം സ്വാമിയുടെ ആഗ്രഹം അതാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയുന്നു. അദ്ദേഹം വെള്ളം കൊടുക്കുന്നു. അദ്ദേഹം സ്വാമിജിയോട് ചോദിക്കുന്നു, സ്വാമിജി ഉച്ച നേരമായി എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചതാണോ എന്ന് ചോദിക്കുന്നു. സ്വാമിജി പറഞ്ഞു, അങ്ങനെ ആഹാരമൊന്നും കഴിച്ചില്ല, കുഴപ്പമില്ല, എനിക്ക് വെള്ളം മതിയെന്ന് പറയുന്നു. അതല്ല, ഇവിടെ ഉള്ളത് പിന്നെ കഞ്ഞിയും ഉപ്പുമാങ്ങ കണ്ണിമാങ്ങ അച്ചാറുമാണ്. ആ കണ്ണിമാങ്ങ അച്ചാറും കൂടെ സ്വാമിക്ക് കൊടുക്കുന്നു. അപ്പോൾ സ്വാമി അത് ഒരു പാത്രത്തിൽ വാങ്ങിച്ച് വയ്ക്കുന്നു, പിന്നീട് കഴിക്കാം എന്നുള്ളതല്ല. കാരണം ഈ അനന്തൻകാട് കണ്ടുപിടിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഇയാളുടെ കൂടെ, ഈ വീട്ടിലുണ്ടായിരുന്ന ആളുടെ കൂടെ നടന്നു പോകുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് സ്വാമി ആ പറഞ്ഞ അനന്തൻകാട് എന്ന് പറയുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് പോകാനൊരിടമില്ല, ഇത് പറഞ്ഞ പോലെ ഭയങ്കരമായ കാട് പ്രദേശമാണ് എന്ന് പറയുന്നു. അപ്പം സ്വാമി അദ്ദേഹത്തിനോട് വളരെ നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് താങ്ക്സ് പറയും. ഇത് കഴിഞ്ഞ് അദ്ദേഹം സ്വാമിജി ഈ കാട്ടിൻ്റെ അകത്തേക്ക് പോകുന്നു. ഈ വെളിയിലുള്ള വ്യക്തി അമ്പരപ്പോടുകൂടി ഈ പുള്ളി എന്തിനാണ് ഈ കാട്ടിലോട്ട് കയറിപ്പോകുന്നതെന്ന് പറയും. എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സ്വാമിജി ഈ കയറി പോകുമ്പോൾ ഉണ്ണി 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 എന്ന് വിളിച്ചാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരെ പോയി വള്ളിപ്പടർപ്പുകളൊക്കെ മാറ്റിയാണ് പോകുന്നത്. ദൂരെ നോക്കിയപ്പോൾ ആ ബാലൻ അവിടെ നിൽക്കുന്നു, വികൃതി കാണിച്ച ബാലൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ സ്വാമിയെ കണ്ടു, സ്വാമി വരാനെന്താ ഇത്രയും താമസിച്ചേ, എനിക്ക് ഭയങ്കരമായ വിശപ്പാണ്, എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സ്വാമി കയ്യിലുണ്ടായിരുന്ന കഞ്ഞിയും കണ്ണിമാങ്ങ അച്ചാറും കൂടെ കൊടുക്കുന്നു. അവനത് ഭയങ്കര ഫുള്ളായിട്ട് കഴിച്ച സന്തോഷമായി, ഇപ്പോഴാണ് സ്വാമി എൻ്റെ വയറ് നിറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാമി പറയുന്നു, ഉണ്ണി ഞാൻ നിന്നെ അറിയാതെ തല്ലിപ്പോയതാണ്, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ പയ്യൻ ചിരിച്ചുകൊണ്ട് അത് സ്ഥാനമില്ല സ്വാമി എന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ രൂപം മാറുവാണ്. അവൻ നിന്ന സ്ഥലത്ത് പിന്നെ വില്ലുമംഗലത്ത് സ്വാമിയാർ കാണുന്നത് അനന്തശയനായ മഹാവിഷ്ണുവിനെയാണ്. അതും ചെറിയൊരു രൂപത്തിലല്ല. ഭഗവാന്റെ തല ഭാഗം ഇരിക്കുന്നത് ഇന്ന് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്, കുളത്തൂർ ടെക്നോ പാർക്കിൻ്റെ അവിടെ. നടുക്കുള്ള ഭാഗം മാത്രമേ വില്ലുമംഗല സ്വാമിയാർ കാണാൻ പറ്റുന്നുള്ളൂ. കാൽഭാഗം, അതായത് പാദത്തിൻ്റെ ഭാഗം ഇരിക്കുന്നത് തിരുവട്ടാർ, ഇന്ന് തക്കല, തമിഴ്നാട്ടിൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് യുദ്ധഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിശ്വരൂപം അർജുനൻ കണ്ടതുപോലെയായിരുന്നു വില്ലുമംഗലത്ത് സ്വാമിയാർ. ഭഗവാൻ മഹാവിഷ്ണു അനന്ത ശയനായ ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാനെ കാണുന്ന വില്ലുമംഗലത്ത് സ്വാമിയാരുടെ കണ്ണുകൾക്ക് അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വലുതാണ്. അപ്പം സ്വാമിയാർ വീണ്ടും കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുന്നു, സ്വാമി എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഞാൻ അറിയാതെ തല്ലിപ്പോയതാണ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, അങ്ങയുടെ രൂപം എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെറുതാക്കി തരണം എന്ന് അപേക്ഷിക്കുന്നു മഹാവിഷ്ണുവിനോട്. അങ്ങനെ സ്വാമിജിയുടെ അപേക്ഷ കേട്ട മാത്രമേ തന്നെ ഭഗവാൻ രൂപം ചെറുതാക്കുന്നു. അങ്ങനെ ആ കാട്, അന്നവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ഇലിപ്പ മരങ്ങളായിരുന്നു. ആ ഇലിപ്പ മരങ്ങൾക്ക് ഇടയിലൂടെയാണ് ഭഗവാനെ വില്ലുമംഗലത്ത് സ്വാമിയാർ കാണുന്നത്. അന്ന് സ്വാമിയാർ ഭഗവാനെ ദർശിക്കുന്ന രൂപം ഈ സൈസ് കുറഞ്ഞതിന് ശേഷവും ഭഗവാനെ ദർശിക്കുന്ന 3 ഭാഗങ്ങളായിട്ടാണ്: തിരുമുഖം, തിരുവുടൽ, തൃപ്പാദം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ്. നമ്മൾ ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ കാണാൻ പോയി കഴിഞ്ഞാൽ, തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ ഈ 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നത്. 3 ഡോറുകളുണ്ട്. ഈ ഡോറുകൾ കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഈ ഭഗവാന്റെ ദർശനം കിട്ടിയ വിവരം മഹാരാജാവ് അറിയുന്നു. മഹാരാജാവ് പരിവേര സമേതം പിന്നെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും വരുന്നു. വന്നതിന് ശേഷം ഈ സ്ഥലത്ത് അമ്പലം പണിയാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അവിടെയുള്ള കാടും മറ്റു മരങ്ങളും എല്ലാം മുറിച്ചു മാറ്റി അനന്തൻകാട് എന്നുള്ളത് എല്ലാവർക്കും വരാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രമാക്കി, ശ്രീ പത്മനാഭൻ്റെ ക്ഷേത്രമാക്കി മാറ്റുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീടും വില്ലുമംഗലത്ത് സ്വാമിയാർ അവിടെ താമസിക്കുകയുണ്ടായി. സ്ഥിരമായുള്ള പൂജാവിധികളും മറ്റും നിർണ്ണയിക്കുകയുണ്ടായി. പുഷ്പാഞ്ജലി, വില്ലുമംഗല സ്വാമിയാരുടെ പുഷ്പാഞ്ജലി ഭഗവാന് ഒട്ടേറെ ഇഷ്ടമുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് അത് നിർബന്ധമായിട്ട് വില്ലുമംഗല സ്വാമിയാർക്ക് പുഷ്പാഞ്ജലി ചെയ്യാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി കൃത്യമായ സമയത്ത് ചെയ്യാൻ അമ്പലത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. സ്വാമിയാരും തൻ്റെ കാലത്തിന് ശേഷം ആ പുഷ്പാഞ്ജലി മുടങ്ങിപ്പോകരുത് എന്നുള്ള രീതിയിൽ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നീട് ആ പുഷ്പാഞ്ജലി ചെയ്തിരുന്ന സ്വാമിയാരെ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നാണ് വിളിച്ചിരുന്നത് പോലും.
ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് അനന്തൻകാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അനന്തനെ പൂജിക്കുന്ന അമ്പലമാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ട് പത്മനാഭനെ തൊഴും. പക്ഷേ ഈ അനന്തംകാവ് എന്ന് പറയുന്ന ക്ഷേത്രം അങ്ങനെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടാറില്ല. വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ പടിഞ്ഞാറേ ഭാഗത്താണ് വില്ലുമംഗലത്ത് സ്വാമിയാർ സമാധിയായത്. അവിടെ പിന്നീട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഐതിഹ്യ കഥ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തുടക്കം വില്ലുമംഗലത്ത് സ്വാമിയാരുടെ ജീവിതകഥയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അന്ന് വില്ലുമംഗലത്ത് സ്വാമിയാർ തിരുവനന്തപുരം ഭാഗത്ത് വന്ന സമയത്ത് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അത് ഇന്നും പത്മനാഭസ്വാമി ആറാട്ട് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഭഗവാന്റെ കൂടെ ആറാട്ടിന് പോകുന്ന ഒരേ ഒരു ദേവീ ക്ഷേത്രം ഇതാണ്. ഇത് തിരുവനന്തപുരത്ത് കരുമം എന്ന് പറയുന്ന പ്രദേശത്തുള്ള അരകത്ത് ദേവീ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് വേണ്ടിയിട്ട് ഒരു വിളക്കൊക്കെ വച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരു സ്ട്രീമുണ്ട്, ഒരു തോട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതുവഴി അദ്ദേഹം പോകുമ്പം സമയത്ത് ഇവിടെ ദേവീ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ഒരു അമ്പലം പ്രതിഷ്ഠിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഒരു പൂജാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ എന്തായാലും ഈ ഐതിഹ്യം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും അരകത്ത് ദേവീ ക്ഷേത്രത്തിൻ്റെയും എല്ലാം തന്നെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളായ അനന്തൻകാവ്, പിന്നെ ശ്രീവരാഹ ക്ഷേത്രമുണ്ട്. ശ്രീവരാഹ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറച്ചടുത്തായിട്ടാണ്. അവിടെ ഭഗവാൻ വരാഹമൂർത്തി ലക്ഷ്മിയുമായിട്ട് ഇരിക്കുന്നതാണ്. ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാര്യം കുറേ വർഷങ്ങൾക്ക് മുൻപ് പത്മനാഭൻ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്ന് പടയോടുകൂടി തമ്പടിക്കുകയും പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം പറയാം, അതൊരു നീണ്ട കഥയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പ്രശസ്തമായ അമ്പലങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ട്. അവിടെ വരുമ്പോൾ ഈ അമ്പലങ്ങളിലും പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയും വരുന്നതായിരിക്കും.